La 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 മാലാഖ വൃന്ദങ്ങൾ പാടി ഇന്നോളം പാടാത്ത പുതുഗാനം അട്ടിടയേറവർ കേട്ടു അന്നോളം കേൾക്കാത്ത സുവിശേഷം മാലാഖ വൃന്ദങ്ങൾ പാടി ഇന്നോളം പാടാത്ത പുതുഗാനം അട്ടിടയേറവർ കേട്ടു അന്നോളം കേൾക്കാത്ത സുവിശേഷം നാഥൻ പിറന്നു കന്യാസുതനായി ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ നാഥൻ പിറന്നു കന്യാസുതനായി ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ മാലാഖ വൃന്ദങ്ങൾ പാടി ഇന്നോളം പാടാത്ത പുതുഗാനം അട്ടിടയേറവർ കേട്ടു അന്നോളം കേൾക്കാത്ത സുവിശേഷം മഞ്ഞു പെയ്യുന്ന നീലരാവിൽ രാപ്പാടികൾ കാഹളമൂതി മഞ്ഞു പെയ്യുന്ന നീലരാവിൽ രാപ്പാടികൾ കാഹളമൂതി ഒരു താരം കൺചിമ്മി നിന്നു പാരാകെ പൊന്നൊളി തൂകി ഒരു താരം കൺചിമ്മി നിന്നു പാരാകെ പൊന്നൊളി തൂകി രാജൻ പിറന്നു മേരി സുതനാ പാരിൻ പാപങ്ങൾ പോക്കിടുവാൻ രാജൻ പിറന്നു മേരി സുതനാ പാരിൻ പാപങ്ങൾ പോക്കിടുവാൻ പാൽനിലാവിൻ നിറമുള്ള രാത്രിയിൽ പൂമരങ്ങൾ ഇളം കാറ്റിലാടി പാൽനിലാവിൻ നിറമുള്ള രാത്രിയിൽ പൂമരങ്ങൾ ഇളം കാറ്റിലാടി ദൂരെ വാനിൽ ദൂതന്മാർ പാടി ഭൂവിലെല്ലാവർക്കും ശാന്തി ദൂരെ വാനിൽ ദൂതന്മാർ പാടി ഭൂവിലെല്ലാവർക്കും ശാന്തി ദേവൻ പിറന്നു ദൈവസുതനായി മണ്ണിൽ രാജനായി വാണിടുവാൻ ദേവൻ പിറന്നു ദൈവസുതനായി മണ്ണിൽ രാജനായി വാണിടുവാൻ മാലാഖ വൃന്ദങ്ങൾ പാടി ഇന്നോളം പാടാത്ത പുതുഗാനം അട്ടിടയേറവർ കേട്ടു അന്നോളം കേൾക്കാത്ത സുവിശേഷം മാലാഖ വൃന്ദങ്ങൾ പാടി ഇന്നോളം പാടാത്ത പുതുഗാനം അട്ടിടയേറവർ കേട്ടു അന്നോളം കേൾക്കാത്ത സുവിശേഷം നാഥൻ പിറന്നു കന്യാസുതനായി ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ നാഥൻ പിറന്നു കന്യാസുതനായി ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ. Good evening,
ഗൾഫിന്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അനീഷേട്ടനാണ്. അനീഷേട്ടാ, സ്റ്റാർട്ടിങ് തന്നെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സോങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തല്ലേ? അതെ, ക്രിസ്മസ് ഒരു കരോൾ സോങ്. ഇനിയുണ്ടോ സോങ്സ്? കരോൾ സോങ്സ് ഇനിയുണ്ടോ? 1-2 സോങ്ങുകളുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ക്രിസ്മസ് സ്പെഷ്യൽ, ക്രിസ്മസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ? തന്നെ നമ്മള് മറ്റന്നാളാണെങ്കിലും നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ഗുഡ് ഈവനിങ് ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ നോർമലി ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പൊ ഈ 2-3 ദിവസങ്ങളിൽ ചോദിക്കാറുണ്ട്, ക്രിസ്മസ് സ്പെഷ്യൽ സോങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയാണ്ട് തന്നെ 2 2 എനിക്ക് തോന്നുന്നു 2-3 എണ്ണം ഉണ്ട്. അതല്ലേ 3 സോങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കോളേഴ്സ് വരുമ്പോൾ ചോദിക്കാറുണ്ട്, ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസ് സ്പെഷ്യൽ സോങ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അനീഷേട്ടൻ അത് സ്വയമേ അറിഞ്ഞ് സോങ്സ് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? ക്രിസ്മസ് ഈവ് എന്നുള്ളൊരു ബേസിലാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ. പക്ഷെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിസ്മസിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സോങ് ഉണ്ടായിരുന്നു. കാരണം റെഡ് കളർ ഇട്ടിട്ടാണ് വന്നത്. ഓക്കെ. എവിടുന്നാ വരുന്നത്? ഞാൻ ഇപ്പൊ അബുദാബിയാണ്. അബുദാബിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അബുദാബി തന്നെയാണ്. അബുദാബിന്നാണ് വരുന്നത്. അബുദാബി എന്നാണ്. പിന്നെ വൈഫും അബുദാബി വർക്ക് ചെയ്യാണ്. അതെ. കുറെ വർഷമായി? ഞാനിപ്പോ ഒരു 15 വർഷത്തോളമായി. 15 വർഷത്തോളമായി. ഞാൻ വിചാരിച്ചു ഞാനും പറഞ്ഞു വരുന്ന ഒരു 5-6 വർഷം. ഈ 15 വർഷം അബുദാബി തന്നെയാണ്. എങ്ങോട്ടും പോയിട്ടില്ല. അബുദാബി അത്രയ്ക്ക് ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പലരും പറയുന്ന കേട്ടുണ്ട്, അബുദാബിയിൽ താമസിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അവിടുത്തെ ആ ഒരു സൈലൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരാൻ ബുദ്ധിമുട്ടാണ്. വരാറുണ്ടോ ദുബായിലോട്ട്? ചിലപ്പോ ചില പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ ചെറിയൊരു പ്രോഗ്രാം ചോദിക്കാൻ ഫസ്റ്റ് ഞാൻ പാടുന്ന കേട്ടപ്പോ തന്നെ ചോദിക്കാൻ, കരോൾ സോങ്സ് ഒക്കെ പാടാറുണ്ടല്ലേ? കരോൾ സോങ്സ് ഒക്കെ പാടാറുണ്ട്. ഞങ്ങൾക്ക് ചർച്ച ഉണ്ട് ഇവിടെ. ഞങ്ങൾ ജ്ഞാനായ കമ്മ്യൂണിറ്റിയാണ്. അബുദാബിയിൽ. അപ്പം ചർച്ചിന്റെ കൊയർ പാടുന്നുണ്ട്. അങ്ങനെ പാടാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ടീമുണ്ട്. പിന്നെ നാദലയം കേട്ടിട്ടുണ്ടോ? കേരള സെന്ററിൽ നാദലയം വിഷ്ണുമാഷിന്റെ അണ്ടറിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ 2 വർഷം മുമ്പ് ജോയിൻ ചെയ്തതാണ്. പിന്നെ കുറച്ചാൾ പോയി, പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ മ്യൂസിക് അതിന്റെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്? സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോസിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷെ എന്തായാലും നമുക്ക് സമയം ക്രിസ്മസ് സോങ്സ് ഒക്കെ ആണല്ലോ കൊണ്ടുവന്നത്. എല്ലാരും കാത്തിരിക്കുന്ന ആ ക്രിസ്മസ് സോങ്സ് ഒക്കെ കേൾക്കാനായിരിക്കും. എന്തായാലും നെക്സ്റ്റ് ക്രിസ്മസ് സോങ് നമുക്ക് ഓക്കെ, നമുക്കത് കേൾക്കാം. മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതി ചെടിയാ വളരേണമേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതി ചെടിയാ വളരേണമേ. മോശയാലിഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മോശയാലിഹൂദരിൽ മോചനം
മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിൻ മുൻപിൽ ഞാൻ. എൻ്റെ പാപമകറ്റണമേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതി ചെടിയാ വളരേണമേ ഹോവേ. എൻ്റെ ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ, എൻ്റെ ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ മുകളിൽ നീ മുകിലുപോൽ പരന്നൊഴുകണേ ഈ മരുഭൂമി പാറയിൽ വെള്ളമാ. എൻ്റെ ദാഹം തീർക്കണമേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതി ചെടിയായി വളരേണമേ ഹോവേ. ഫസ്റ്റ് ഒരു ക്രിസ്മസ് സോങ്, സെക്കൻഡ് ഒരു ക്രിസ്മസ് സോങ്. എനിക്കൊന്ന് നമ്മുടെ ഗുഡ് ഈവനിങ് ഗൾഫ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ വീട്ടിൽ ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു അന്തരീക്ഷം അനീഷേട്ടൻ നിറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ തീർന്നിട്ടില്ല, ഇനിയും ക്രിസ്മസ് സോങ് ഉണ്ട്. അതാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. ചേട്ടൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്താ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് വേണ്ട, ഇവിടെ കുറെ സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ടോ? കുറച്ചൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ നാദിലെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധമായിട്ടുള്ള കുറച്ചൊക്കെ പ്രോഗ്രാംസും പിന്നെ ചർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഡിസംബർ ഫുള്ള് ആ ഒരു അങ്ങനെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. പിന്നെ ഞങ്ങൾക്ക് ചർച്ചിൽ ഞങ്ങളൊരു ചെറിയൊരു ബാൻഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, AKF മ്യൂസിക് ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഇതിപ്പോ ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. എന്താണ് നിങ്ങളുടെ ബാൻഡിന്റെ സ്പെഷ്യാലിറ്റി? എന്താ മെയിൻലി ഇപ്പൊ ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചർച്ച് കൊയർ തന്നെ. അപ്പം നമുക്ക് അബുദാബിയിൽ കുറെ ചർച്ചുകളുണ്ട്, ഡിഫറെന്റ് ചർച്ചസ് ഉണ്ട്. അപ്പൊ അവിടെ പ്രോഗ്രാമുകളിൽ പോയിട്ട് ഞങ്ങൾ ടീമായിട്ട് പോയിട്ട് വേണ്ടി മാത്രം ഇപ്പൊ അങ്ങനെയാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. പക്ഷെ ഇനി ഭാവിയിൽ അല്ലാതെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്താണ് നിങ്ങളുടെ ബാൻഡ് പേരെന്താ? AKF മ്യൂസിക് ബാൻഡ്. അപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ, ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ബാൻഡിനെ വിളിച്ചാൽ മതി. അതെ, ഇപ്പൊ നിങ്ങള് പ്രിപ്പയർ അല്ലേ? അത്യാവശ്യം ഞങ്ങൾ ഒരു 5-6 പ്രോഗ്രാം ഇപ്പോൾ ഓൾറെഡി ചെയ്തു. കുഴപ്പമില്ല, ധൈര്യമായിട്ട് വിളിക്കാം. പിന്നെ നാട്ടിലെവിടെയാ? നാട്ടിൽ കോട്ടയം. ഓക്കെ. ഇപ്പൊ വൈഫ് ഉണ്ടെന്ന് പറഞ്ഞു, വൈഫ് പാട്ട് പാടുമോ? വൈഫ് ഇപ്പം ഈ ടീമിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം കുറച്ചൊക്കെ ഞാൻ ചോദിച്ച എനിക്കൊന്ന് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. വൈഫ് ഇതിലുണ്ടോന്നായിരുന്നു ഞാൻ ടീമിലുണ്ട് ഇപ്പൊ. പാട്ട് പാടുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പാടും. കൊയറിലൊക്കെ പാടാറുണ്ട്? കൊയറിലായിട്ട് പാടുന്നില്ല, പക്ഷെ ഈ ടീമിലായിട്ട് പാടുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ഈ ഗ്രൂപ്പിലുണ്ട്. ഇല്ലാതെ ഇങ്ങനെ സാരമില്ല, നമുക്ക് NTV-യിൽ ഇവരുടെ ഫസ്റ്റ് ഡേറ്റ് നമുക്ക് തന്നെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവരാം അല്ലേ? പ്രിപ്പയർ അല്ലാതെ ഒരു ദിവസം പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നത്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സോങ് കൂടെ പെട്ടെന്ന് കേട്ടാലോ? നെക്സ്റ്റും നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സോങ് ആണോ? ഒരു സോങ് കൂടെ ക്രിസ്മസ് സ്പെഷ്യൽ ഉണ്ട്. പിന്നെ ഒരു ഇതുണ്ട്, കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഫുള്ള്
കോൾഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ത്രോട്ട് ഇഷ്യൂസ് ഉണ്ട്. എനിക്കറിയില്ല, ഇവിടെ എല്ലാരും വരുമ്പോ ഫസ്റ്റ് പറയുന്നത് ക്ലൈമറ്റിന്റെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കോൾഡ് ആണ്, എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒന്നും പറയില്ലെന്ന്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മൈക്കും കൂടെ കൈ കിട്ടി കഴിഞ്ഞാൽ ഈ കോൾഡൊക്കെ എങ്ങോട്ടാ പോണെന്ന് അറിയത്തില്ല, ഭയങ്കര രസമായിട്ടാണ് പാടുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ പാടിയതിലൊന്നും എനിക്ക് ആ ഒരു കോൾഡ് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഇനി വരുമല്ലോ. അതെ, ഇനി വരാൻ നമുക്ക് ഇനി വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ, ഇനി വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് സോങ് കേൾക്കാല്ലേ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. പനിനീർ പൂവിതളിൽ പതിയും തൂമഞ്ഞു പോ ഒരു നീർ കണമാ അലിയാ ഈ കാസയിൽ ഒരു നാമ ജപമാലയിൽ ഒരു രാഗമായുയരാ തിരുനാമ ജപമാലയിൽ ഒരു രാഗമായുയരാ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. മണിനാദമുയരുന്നു മനസ്സിൽ നീ നിറയുന്നു യേശുവേ ദേവസുധാ വരം
രക്ഷിക്കണമേ പരിപാവനനാം പരനേ പദതാരിലെന്നഭയം പരിപാവനനാം പരനേ പദതാരിലെന്നഭയം ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. അപ്പൊ കൊയർ സോങ്സ് കൊയറിനൊക്കെ പാടുന്നത് കൊണ്ട് കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്ന ഇങ്ങനത്തെ സോങ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ സോങ്സ് ആയിരിക്കും കൂടുതലും പാടാനും ഇഷ്ടം ആണോ? രണ്ടുണ്ട്. പക്ഷെ ഈ ബാൻഡിലൊക്കെ നിങ്ങൾ കൂടുതലും ഇപ്പൊ ഞങ്ങൾ ഇപ്പം ചർച്ച് ബേസ് ആയതുകൊണ്ട് കൂടുതലും ഇപ്പം ക്രിസ്ത്യൻ ഡിവോഷനാണ് ചെയ്യുന്നത്. അതെ. അപ്പം ഈ ഡിസംബർ സമയത്ത് മാത്രമാണോ അല്ലാതെ പ്രോഗ്രാം? അല്ലല്ല, അപ്പം കുറെ അല്ലാതെ തന്നെ പ്രോഗ്രാംസ് ഉണ്ട്. ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്കൊന്ന് കൂടുതലും ഈ കൊയർ സോങ്സ് പാടുന്നുണ്ട് അതിനോടായിരിക്കും കൂടുതലും ഇഷ്ടം. കൂടുതൽ ഇഷ്ടമുണ്ട്. മൂവി സോങ്സ് ഒക്കെ പാടാറില്ല? നമുക്ക് ഇന്ന് ഏതെങ്കിലും മൂവി സോങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് എങ്ങനെ ചോദിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. മൂവി സോങ്സ് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ഫാസ്റ്റ് നമ്പേഴ്സ് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? എന്തായാലും കയ്യിലുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തായാലും ഫാസ്റ്റ് നമ്പേഴ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റില് അത് പാടാം അല്ലേ? പിന്നെ നിങ്ങൾ എന്താണ് ആക്ച്വലി വർക്ക് എന്താ ചെയ്യുന്നത്? പ്രൊഫഷൻ എന്താ? ഞാനൊരു ഡിസൈൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ജിസ്കോ എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഓക്കെ. ഡിസൈൻ കോർഡിനേറ്റർ, ചർച്ച്, കൊയർ, പാട്ട് പഠിക്കുന്നു. 2 വർഷം പാട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? ഇല്ല, ജസ്റ്റ് ജോയിൻ ചെയ്ത് കുറച്ചാൾ പോയി. പിന്നെ 2 വർഷമായിട്ടും ഒരു കുഞ്ഞുണ്ടായി, 2.5 വയസ്സുണ്ട്. അപ്പൊ ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞ മുതൽ എനിക്ക് അങ്ങോട്ട് അധികം അങ്ങോട്ട് പോകാനായിട്ട് സത്യം പറയാം ലാസ്റ്റ് ഇപ്പൊ ഒരു 1 year ആയിട്ട് ഞാൻ വിട്ടു നിൽക്കുക. എത്ര വയസ്സായി? 2.5 വയസ്സ്. ഇപ്പൊ മോനാണ് മോളാണ്? മൂന്നാം പിള്ളേരാണ്, 3 ആൺകുട്ടികളാണ്. എന്താ പേരെന്തൊക്കെയാ? മൂത്തയാൾ ആദിൻ അനീഷ് 14 വയസ്സ്. രണ്ടാമത്തെ ആള് ആൽഫിൻ അനീഷ്. ഇപ്പം 12 വയസ്സ്. മൂന്നാമത്തത് ആഷിൻ അനീഷ് 2.5 വയസ്സ്. 3 ആൺകുട്ടികളാണ്. അപ്പൊ ചേച്ചി വീട്ടിൽ ഒറ്റപ്പെടലായിരിക്കുമല്ലോ. ഒരു 4 ആൺകുട്ടികളുടെ ഇടയ്ക്ക് ഒരു ഒറ്റപ്പെടല. അപ്പൊ എങ്ങനെ അവരൊക്കെ പാടുമോ? കുട്ടികൾ നന്നായിട്ട് പാടും. മൂത്ത 2 പേര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവരും ഇതുപോലെ പഠിച്ചിരുന്നു, മാഷിൻ്റെ പോയി പഠിച്ചിരുന്നു. പിന്നെ അവരും ഈ പറഞ്ഞ. പക്ഷെ ഓൾറെഡി ചേട്ടൻ പാടുന്നോണ്ട് ആ ഒരു ഇത് എന്തായാലും ഉണ്ടാവില്ല. വീട്ടിലൊക്കെ ആരെങ്കിലും പാടാറൊക്കെ ഉണ്ടായിരുന്നോ? എന്റെ ബ്രദറിന് നാട്ടിലൊരു ഓർക്കസ്ട്ര ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ഇതിൽ കയറിപ്പോകുന്നത് ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. കൈതാര ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്ര. അത് ഇത് തന്നെ ഞങ്ങളുടെ ഒരു ചർച്ച് റിലേറ്റഡ് ഈ മാരേജ് ഫംഗ്ഷൻസ് എല്ലാം നാട്ടില് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി. അതെ, സ്പെഷ്യൽ കമ്മ്യൂണിറ്റി തന്നെയാണ്. അതിലിപ്പോ ഒരു ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ബ്രദർ തന്നെയാണ്. നല്ലൊരു ഇപ്പോഴും നല്ല രീതിയിൽ കുറെ വർഷമായിട്ടുള്ളതാണോ? ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരണം. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ അവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഇവന്റ് കാര്യങ്ങൾക്കൊക്കെ ഇങ്ങോട്ടേക്ക് പറയാറുണ്ടോ? എന്തെങ്കിലും ഇവന്റ് കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ട്. പിന്നെ നാട്ടിൽ അങ്ങനെ അവരുടെ കൂടെ കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? നാട്ടിൽ പോകുമ്പോ ചെയ്തിട്ടുണ്ടോ? ഞാനോ? നാട്ടിൽ അങ്ങനെ അധികം ഞാൻ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ കൂടുതൽ യു എ തന്നെ ചെയ്തത്. എന്തും നാട്ടിൽ നോർമലി നമ്മള് നാട്ടിലല്ലേ ചെയ്യാൻ ഇഷ്ടപ്പെടുക? അല്ല, നാട്ടില് അങ്ങനെ പോയിട്ടില്ല. കണ്ടാലോ അങ്ങനെ എന്തിലാണോ ഇവിടെ വന്നിട്ടാണ് കൂടുതൽ ഇതിനോട് ഇഷ്ടം തോന്നിയത്? എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, യു എയിൽ വന്നിട്ടാണ് ആ ഒരു എല്ലാവരുടെയും പാഷൻ എനിക്ക് തോന്നുന്നു ഉണരുന്നത് യു എയിൽ വരുമ്പോഴാണെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ഇവിടെ കലാകാരന്മാര് ഭയങ്കര കൂടുതലുള്ളത് കൊണ്ടാണ്. നാട്ടിലും നമ്മളും അവിടെയും ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം യു എ. നല്ല സപ്പോർട്ടീവ് ആണ്. ഇഷ്ടംപോലെ പ്രോഗ്രാംസ്. അതുകൊണ്ട് നമുക്ക് ആ നമ്മുടെ പാഷൻ ഇപ്പൊ എന്തെങ്കിലും നമ്മള് ജോബ് കാരണമൊക്കെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കൊണ്ടുവരാൻ നമുക്ക് യു എ ആണ് ഏറ്റവും എനിക്ക് തോന്നുന്നു ബെസ്റ്റ് യു എ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് മൂവി സോങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ മൂവി സോങ് ഏതാന്ന് ചോദിക്കാം. ഏതാ മൂവി സോങ്? ജോണി വാക്കർ മൂവിയിലെ
പൂമാരിയിൽ തേന്മാരി എന്നുള്ള പാട്ടുണ്ട്. ജോണി വാക്കറിന്റെ എല്ലാ സോങ്സും അടിപൊളിയാണ്. ഏത് സോങ് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അടിപൊളി ഒരു മൂവിയാണ്, അടിപൊളി സോങ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ച് അങ്ങനെ അധികം ആരും പാടാത്ത സോങ്സ് ആണ്. നമുക്ക് ആ സോങ് കേൾക്കാം. കന്നിത്താലം കണിമഞ്ഞായി മിന്നാമിന്നി മിഴിയിൽ മിന്നി നീലപ്പീലിക്കൂടും തേടിപ്പോകാ പുൽമേട്ടിലും പൂങ്കാറ്റിലും പൊൻപരാഗങ്ങൾ ഓ ആകാശമേഘങ്ങൾ ചിറ്റോളത്തിൻ ചെല്ലക്കൈയിൽ ചെണ്ടായി പൂക്കുമ്പോൾ വാരിപ്പൂക്കൾ വാരിച്ചൂടും രാവായി തീരുമ്പോൾ ദൂരത്താരോ പാടും പാട്ടായി മേയാ പുൽമേട്ടിലും പൂങ്കാറ്റിലും പൂമാരിയിൽ തേന്മാരിയിൽ വെണ്ണിലാവോരം നീഹാരഹംസങ്ങൾ നിന്നെ തേടി വാനം പാടി തൂവൽ തുന്നുമ്പോൾ സല്ലാപങ്ങൾ സംഗീതത്തിൻ പൂന്തേൻ ചിന്തുമ്പോൾ ചാരത്തേതോ താരപ്പൊന്നായി മാറാ പുൽമേട്ടിലും പൂങ്കാറ്റിലും പൂമാരിയിൽ തേന്മാരിയിൽ കന്നിത്താലം കണിമഞ്ഞായി മിന്നാമിന്നി
മിഴിയിൽ മിന്നി നീലപ്പീലിക്കൂടും തേടിപ്പോകാം പുൽമേട്ടിലും പൂങ്കാറ്റിലും എനിക്കൊന്ന് ഭയങ്കര രസമാണ് ആ ഒരു മൂവിയും ഈ ഒരു പാട്ട് കാണാനും ഭയങ്കര രസമാണ്. ഞാൻ എപ്പോൾ തീരെ വന്നാലും മിസ് ചെയ്യാത്തൊരു മൂവിയും സോങ്സും ആണിത്. പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനെ അധികം അങ്ങനെ ഒരുപാട് പേര് മൂവി കണ്ടിട്ടുണ്ടോന്നിരിക്കും. പക്ഷെ നമ്മൾ എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതിലെ എല്ലാ പാട്ടുകളും ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഈ പാട്ടിന്റെ ആ ഒരു ഞാൻ പാട്ട് പാടിയപ്പോ ഇങ്ങനെ ആ ഒരു അതിന്റെ ആ ഒരു എന്താ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, സീനുകളൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. കാണാൻ ഭയങ്കര രസമുള്ള ഒരു പാട്ടും മൂവിയൊക്കെയാണ്. മക്കളൊക്കെ പ്രോഗ്രാംസിന് പാടി തുടങ്ങിയോ? ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ചെറിയ ഓണാഘോഷ പ്രോഗ്രാം അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഓൾറെഡി പാടി തുടങ്ങി പാടുന്നുണ്ട് എല്ലാരും കൂടെ ഒരുമിച്ചൊക്കെ. അവർ രണ്ടുപേരും തന്നെ ഡ്യൂറ്റായിട്ടും പിന്നെ സിംഗിളായിട്ടൊക്കെ പാടുന്നുണ്ട്. ഇളയൊക്കെ 2.5 വയസ്സായിന്നല്ലേ പറഞ്ഞു? 2.5 വയസ്സായി. അപ്പൊ ഈ മൂത്ത 2 ആൾക്കാർ പാടുന്നൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പാട്ടൊക്കെ ആണല്ലേ? അത് നോർമലി അങ്ങനെയാണല്ലോ, മൂത്ത കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കഴിവുണ്ടെങ്കിൽ ഇളയാൾ പെട്ടെന്ന് അത് ക്യാച്ചപ്പ് ചെയ്യും. കാരണം വീട്ടിൽ ഓൾറെഡി 3 പേര് പാടുന്നുണ്ടാവും. പിന്നെ ഒബ്വിയസ്ലി അങ്ങനെ ആവാതിരുന്നാലേ സങ്കടം. അപ്പൊ ഇപ്പോഴേ ഇങ്ങനെ പാട്ടുകളൊക്കെ എനിക്കത് വാക്കുകളൊക്കെ ഇങ്ങനെ ഫുൾ ടൈം പിന്നെ ഞങ്ങള് വീട്ടിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോ മൈക്ക് എടുക്കുമ്പോ അവനത് ഒഴുകും. ഞാൻ അവന് വിളിച്ചിട്ട് വീട്ടിലൊക്കെ എല്ലാരും കൂടി ചേർന്ന് പ്രാക്ടീസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓ, അപ്പൊ ആളെന്തായാലും കാണുമ്പോ ആ ഒരു ഇതെന്തായാലും ആൾക്കും വരുമല്ലോ. അത് ഞാൻ പറഞ്ഞ എന്തായാലും 3 പേര് വീട്ടിൽ പാടുമ്പോ ആളോട് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കണമെന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടല്ലേ ജനിച്ചപ്പോഴേ ഇത് കണ്ട് വളർന്നല്ലേ വരുന്നത്. അതെ. അപ്പൊ ഇന്നെന്തായാലും നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, നമ്മുടെ ഒരു ബർത്ത്ഡേ വിഷസ് ഉണ്ട്. നമ്മുടെ NTV നമുക്ക് മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ NTV മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ മ്യൂസിക് ഗ്രൂപ്പില് രാഹുൽ ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ മോൻ ദേവവൃദ്ധ്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ദേവവൃദ്ധ് മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ NTVയുടെ വക നമ്മുടെ എല്ലാവരുടെയും വക ഒരു ബർത്ത്ഡേ വിഷ്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. നമ്മുടെ NTV മ്യൂസീഷ്യൻ ഗ്രൂപ്പിലെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ രാഹുൽ ഏട്ടൻ. അപ്പോൾ രാഹുൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മകനാണ് ദേവവൃദ്ധ്. ഉണ്ണിക്കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ആ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ. അപ്പോൾ എന്താ നെക്സ്റ്റ് സോങ് നമുക്ക് അധികം സമയം കളയാതെ നെക്സ്റ്റ് സോങ് പാടാല്ലേ? നമ്മുടെ നെക്സ്റ്റ് സോങ് നമുക്ക് ദേവവൃദ്ധിന് ഡെഡിക്കേറ്റ് ചെയ്താലോ? നമ്മുടെ NTV മ്യൂസിക് ഗ്രൂപ്പിന്റെ സ്റ്റുഡന്റ് കൂടിയാണ്. ആള് പാട്ടാനാണ്, സ്റ്റുഡന്റ് ആണ്. അപ്പോ ഡെഡിക്കേറ്റ് ചെയ്യാൻ സോങ്. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ, പാതിരമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. വച്ചകവാതിലും താനേ തുറന്നു, പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞും വന്നല്ലോ നീയൻ പൂത്തുമ്പിയാ. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ.
പരതും മിഴികൾ വേഴാമ്പലായി നിന്നടകാത്തു. വെറുതെ വെറുതെ പരതും മിഴികൾ വേഴാമ്പലായി നിന്നടകാത്തു. ചന്ദനക്കുറി നീയണിഞ്ഞതിൽ എൻ്റെ പേര് പതിഞ്ഞില്ലേ? മന്ദഹാസ പാൽ നിലാപ്പുഴ എൻ്റെ മാറിലണിഞ്ഞില്ലേ? വർണ്ണങ്ങൾ വനവല്ലി കൂടിയിലായി, ജന്മങ്ങൾ മലർമണിക്കൂട ചൂടി. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ. വലങ്കാൽ പുണരും കൊലുസിൻ ചിരിയിൽ വൈഡൂര്യമായി താരങ്ങൾ. വലങ്കാൽ പുണരും കൊലുസിൻ ചിരിയിൽ വൈഡൂര്യമായി താരങ്ങൾ. നിൻമനസ്സു വിളക്കു വെച്ചതു മിന്നലായി വിരിഞ്ഞില്ലേ? പൊൻകിനാവുകൾ വന്നു നിന്നുടെ തങ്കമേനി പുണർന്നില്ലേ? നീന്നൻ സ്വയംവര മധുവല്ലേ? നീരാടാ നമുക്കൊരു കടലില്ലേ? ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ. പാതിരമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിലും താനേ തുറന്നു, പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞും വന്നല്ലോ നീയൻ പൂത്തുമ്പിയാ. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ. അപ്പം എന്തായാലും ഇന്റർവ്യൂവിൽ ഇനി നമ്മുടെ പ്രോഗ്രാമിൽ പാടാനൊക്കെ വരുമല്ലോ. അടുത്ത പ്രാവശ്യം എന്തായാലും മക്കളെയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ആയിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുമെന്ന് തോന്നല്ലേ? ഇപ്പൊ ആൾക്ക് 2.5 വയസ്സിലായിട്ടുള്ളൂ. 3 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് 3-4 വയസ്സൊക്കെ ആകുമ്പോൾ മൈക്കൊക്കെ എടുത്ത് പാടാനൊക്കെ പറ്റും. ഇപ്പോഴേ പാടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇതേപോലെ ഫാമിലി ആയിട്ട് എന്നുവെച്ചാൽ വൈഫും പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടൊക്കെ പാടി ഒരു ഫാമിലി ഷോ ഒക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒരു ദിവസത്തേക്ക് നമുക്കൊരു പ്രോഗ്രാം ഒക്കെ, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഒക്കെ കൊണ്ടുവരേണ്ടി വന്നു. നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി അത് തന്നെയാണ് പരിപാടി? എല്ലാരും ഫ്രണ്ട്സ് ഫാമിലി എല്ലാരും ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ആ ഒരു ഗ്രൂപ്പ്, ഓൾറെഡി ഗ്രൂപ്പിന്റെ ടീമുണ്ട്. നല്ല കുറെ ഉണ്ട്, കുറച്ച് ഡിഫറെന്റ് ടീംസ് ഉണ്ട്. എല്ലാവരും കൂടുതലും എല്ലാവരും പാട്ടുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. എല്ലാവരും പാട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഗ്രൂപ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാണാൻ കൂടുതലും ഈ ഔട്ടിംഗ് ഒക്കെ പോകുമ്പോ ഇപ്പൊ പുറത്തൊക്കെ ഗ്രില്ലിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോ അവരൊക്കെ ആയിട്ടായിരിക്കുമല്ലോ പോകുമ്പോ. അപ്പൊ മൊത്തത്തില് ഈ പാട്ട് സിസ്റ്റം ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ല. ഒരു പാക്കേജാണ്. ഇവരുടെ ഗ്രൂപ്പില് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഇവരെ ഒരുമിച്ച് ഔട്ടിംഗ് ഒക്കെ പോകണമെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും പോകണം കേട്ടോ. മറ്റേ അന്താക്ഷരി അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും പ്രോഗ്രാം. നമ്മളൊക്കെ പോകുമ്പോൾ എന്താ ഈ മ്യൂസിക് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അവിടെ കൊണ്ട് വെക്കാം. ഇത് അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ഒരു മൈക്ക്, ഒരു സിസ്റ്റം, ഇത് മാത്രം അടിച്ചു പൊളിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പൊ എന്തായാലും നമുക്ക് അധികം സമയം കളയണ്ട. ലാസ്റ്റ് പാട്ട് അടിച്ചുപൊളി പാട്ടാണ് അല്ലേ? ഫാസ്റ്റ് സോങ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഫാസ്റ്റ് സോങ് എടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് സോങ് ആണോ ചോദിച്ചാൽ ഫാസ്റ്റ് സോങ് ആണ്, പക്ഷെ അടിച്ചുപൊളി ഒരു പാട്ടാണ് അല്ലെ? നമുക്കത് കേൾക്കാം എന്തായാലും. വാക്കുരുവികളെ വരു കുയിലുകളെ നല്ല മധുവിതുരാവുകളെ
യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാ. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോൾ ചുവടുവെച്ചു പാടാം ശുഭരാത്രി. മനസ്സുകൊണ്ട് നേരാം ആശംസ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി. മനസ്സുകൊണ്ട് നേരാം ആശംസ. രാഗം മംഗളരാഗം രാഗത്തിലായിരം വർണ്ണം. ഗാനം സംഗമഗാനം ഗാനത്തിനായിരം വർണ്ണം. ഏഴല്ല നിറമതിനേഴല്ലെഴുപതൽ നൂറു നൂറു വർണ്ണമഴവില്ലുകൾ വിരിഞ്ഞൊരഴകാ. ചുവടുവെച്ചു പാടാം ആഗാനം. മനസ്സുകൊണ്ടു നേരാം ആശംസ. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താളങ്ങൾ പോരാ, ചേലത്തെ കുഴൽ വിളി പോരാ. മിന്നൽ ചിലമ്പൊലി വേണം, മഴമുകിൽ തകിലടി വേണം. നാളത്തെ ദിനങ്ങളെ ഒരുമിച്ചൊരുമിച്ചൊരു മനസ്സുമായി എതിരിട്ടു ജയിച്ചു വരുവാ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി. മനസ്സുകൊണ്ട് നേരാം ആശംസ. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോൾ ചുവടുവെച്ചു പാടാം ശുഭരാത്രി. മനസ്സുകൊണ്ട് നേരാം ആശംസ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി. മനസ്സുകൊണ്ട് നേരാം ആശംസ. കുയിലുകളെ വാവാ, ഇണക്കുരുവികളെ വാവാ, നല്ല മധുവിധുരാവുകളെ. യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാ. അപ്പൊ അനീഷിട്ട അബുദാബിയിൽ നിന്ന് ഇവിടം വരെ വന്നതിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് നമ്മുടെ ഗുഡ് ഈവനിങ് ഗൾഫിന് വേണ്ടി ഇത്രയും നല്ല അടിപൊളി പാട്ടുകളൊക്കെ പാടി ക്രിസ്മസ് സോങ്സ് ഒക്കെ പാടി നമ്മളെല്ലാം എൻ്റർടൈൻമെൻറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്.
ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. അതെ, ഇനിയും വരണം കേട്ടോ. ഇനിയും നല്ല അടിപൊളി അടിച്ചുപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഇനിയും വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നാളെ വീണ്ടും പുതിയൊരു ഗസ്റ്റ് കൂടെ കാണുന്നവരേക്കും ബൈ.